പി.വി. അൻവർ എം.എൽ.എ സ്ഥാനം രാജിവെച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, അതിൽ യു.ഡി.എഫിനാകും നിരുപാധിക പിന്തുണ അദ്ദേഹം പറയുന്നു. എന്താണ് ഈ വിഷയത്തിൽ എൽ.ഡി.എഫിന്റെ പ്രതികരണം എന്നുള്ളതറിയാൻ കൺവീനർ ടി.പി. രാമകൃഷ്ണനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി സമീർ സി മുഹമ്മദ് ഉണ്ട്. കൊയിലാണ്ടിയിലാണുള്ളത്. സമീർ സി മുഹമ്മദിലേക്ക്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ പി.വി. അൻവർ രാജിവെച്ചിരിക്കുന്നു. ഇടത് സ്വതന്ത്രനായിക്കൊണ്ടാണ് അദ്ദേഹം മത്സരിച്ചത്. അവിടെ നിന്നാണ് അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും ചെയ്തിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്ത് എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാക്കുന്നത്. ഒപ്പം ഇതിൽ എന്താണ് എൽ.ഡി.എഫിൻ്റെ നിലപാട് എന്ന് വ്യക്തമാക്കാൻ നമുക്കിപ്പം എൽ.ഡി.എഫ് കൺവീനർ ചേരുകയാണ് ടി.പി. രാമകൃഷ്ണൻ. എന്തൊക്കെയാണ് തുടർന്ന് പാർട്ടിയുടെ അതുപോലെ തന്നെ മുന്നണിയുടെ നിലപാടുകൾ? അൻവർ നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. CPM-ന് അനുവദിക്കപ്പെട്ട സീറ്റാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അൻവറിന് നൽകിയിട്ടുള്ളത്. ആ നിലയിൽ പാർലമെൻ്ററി പ്രവർത്തനം ആ നിലയിൽ തുടർന്നു വരികയായിരുന്നു. ഈ സന്ദർഭത്തിലാണ് അൻവർ അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേരാത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ അൻവറിൻ്റെ അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് പരിശോധിച്ച് പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. എന്നാൽ അൻവർ ഏകപക്ഷീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് വിട്ടതായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അൻവറുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കിയിട്ടുണ്ട്. CPM-ഉമായും അൻവറിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇതാണ് വസ്തുത. ഇപ്പോൾ അൻവർ രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. അത് ഒരു തരത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ ഗവൺമെൻറ്റിനെയോ ബാധിക്കാൻ പോകുന്നില്ല. ഈ സാഹചര്യത്തെ ജനങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിലമ്പൂരിലെ ജനങ്ങളാണല്ലോ ഇതിനകത്തുള്ള ഒരു ഘടകം. അവിടെയാണല്ലോ അദ്ദേഹം MLA എന്നുള്ള നിലയിൽ പ്രാതിനിധ്യം വഹിക്കുന്നത്. നിലമ്പൂരിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ അദ്ദേഹം രാജിവെക്കുന്ന സമയത്ത് UDF-ൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ളതും അദ്ദേഹം നിശ്ചയിച്ചിട്ടുണ്ട്. അത് പിന്നെ UDF ആണ് അതിനോടുള്ള നിലപാട് പറയേണ്ടത്. UDF കേന്ദ്രങ്ങളിൽ നിന്ന് അതിൻ്റെ പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതികരണം ഇക്കാര്യത്തിൽ ഇപ്പോഴും വന്നു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഏത് നിലപാടെടുത്തു കഴിഞ്ഞാലും നിലമ്പൂരിലെ ജനങ്ങൾ യഥാർത്ഥത്തിൽ അവർക്കുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അൻവറിനെ തിരിച്ചറിയാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒരു തരത്തിലും ഇത് ബാധിക്കുന്നതല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു രാഷ്ട്രീയ നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ചെറിയ പാർട്ടിയെന്നോ വലിയ പാർട്ടിയെന്നോ എന്നുള്ള വ്യത്യാസം അതിനകത്തില്ല. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയ നിലപാട് കൃത്യമായി സ്വീകരിക്കാൻ ഈ മുന്നണിക്ക് കെൽപ്പുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കെൽപ്പുണ്ട്. അൻവറിൻ്റെ ഈ രാജിയോ അൻവറിൻ്റെ ഈ നിലപാടോ ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPM-നെയോ ബാധിക്കാൻ പോകുന്നില്ല. അൻവർ വീണ്ടും നിലമ്പൂരിൽ മത്സരിക്കുകയാണ് എങ്കിൽ പാർട്ടി അതിനെ എങ്ങനെയായിരിക്കും ചേർക്കുന്നത്? നമുക്ക് ആലോചിക്കാം. ഇപ്പോഴങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ടെന്ന് ആവശ്യമില്ല. അൻവർ CPM-നെതിരായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അൻവറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനുള്ള ഇടവന്ന സാഹചര്യം അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് സഹകരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഒരു ഘട്ടം അവസാനിച്ചു കഴിഞ്ഞു. ആ ഒരു ചിത്രം അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അൻവറിൻ്റെ ഈ പോക്ക് ഒരു തരത്തിലും നമുക്ക് സഹായകരമല്ല. അൻവറിൻ്റെ നിലപാടിനോട് ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല. അൻവർ ഇങ്ങനെ മാറി മാറി ആരോപണങ്ങൾ ഉന്നയിക്കുക, ആരോപണം ഉന്നയിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾക്കും സ്വീകാര്യമായ ഒരു സമീപനമല്ല. ഒരു ഉപതെരഞ്ഞെടുപ്പിന് LDF ഒരുക്കമാകുന്നു. അതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏത് തരത്തിലും ജനങ്ങളെ സമീപിക്കുന്ന കാര്യത്തിൽ ഒരു തടസ്സവും മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. അൻവർ അവിടെ നിന്ന് MLA സ്ഥാനം രാജിവെച്ചതിനെതിരായ പോരാട്ടം അതിന്റെ തുടക്കമാകുമെന്നൊക്കെ പറഞ്ഞതിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം അത് നൽകും ടി.പി. രാമകൃഷ്ണൻ എന്ന് കരുതുന്നു. ഒപ്പം അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ അത് CPM-ലെ മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നതിലൊക്കെയുള്ള ടി.പി. രാമകൃഷ്ണന്റെ പ്രതികരണം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്.